ഹലോ ഡേയ്സ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. 2 ദിവസത്തെ വലിയൊരു ഇടിവിന് ശേഷം നിഫ്റ്റി ഇന്ന് തിരിച്ച് എത്തിയിരിക്കുകയാണ്. ഇന്നലെ US നിന്ന് FOMCയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു എന്നുള്ള ന്യൂസ് US മാർക്കറ്റ് ഇന്നലെ ഇടിഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായിട്ടും യൂറോപ്യൻ മാർക്കറ്റ് ഇടിവിലായിരുന്നു. എന്നാൽ ഇന്ന് US ഫ്യൂച്ചറും പോസിറ്റീവായി, യൂറോപ്യൻ മാർക്കറ്റും സെക്കൻഡ് ഹാഫിൽ പോസിറ്റീവായതിനെ തുടർന്ന് നിഫ്റ്റിയിൽ ശക്തമായൊരു റാലിയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. നിഫ്റ്റി 141 പോയിൻറ്റ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ നിന്ന് മുകളിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 490 പോയിൻറ്റ്, നിഫ്റ്റി ബാങ്ക് 490 പോയിൻറ്റിൻ്റെയും റാലി ഉണ്ടാക്കി. NSEയിൽ 1436 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തു. 725 കമ്പനീസ് മാത്രമാണ് ഡിക്ലൈൻ ആയുള്ളൂ. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. ബജാജ് ഫിനാൻസ് 4.5%, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് 3.5%, NTPC, ONGC, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ കമ്പനീസ് 3 മുതൽ 3.5% വരെയുള്ള റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. BPCL, L&T മൈൻട്രി, ഡോക്ടർ റെഡ്ഡി, HCL ടെക്, ഹീറോ മോട്ടോ കോർപ്പ് തുടങ്ങിയ കമ്പനീസിലാണ് ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് എല്ലാ സെക്ടറും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. റിയാലിറ്റി ഇന്ന് ഏകദേശം ഒരു 7% അടുത്ത് അതിശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ നിഫ്റ്റി, ഫിനാൻഷ്യൽ സർവീസും എനർജിയും ബാങ്കും PSUവും 1%-ലേറെ റാലി രേഖപ്പെടുത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 143 പോയിൻറ്റ് മാത്രം താഴെയാണ് ഇപ്പോൾ സ്പോട്ടിന് നിൽപ്പ്. 21,500 ലോ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിഫ്റ്റി മുകളിലേക്ക് കയറി. ഇനിയിപ്പോൾ ഓൾ ടൈം ഹൈയിലേക്ക് വെറും 143 പോയിൻറ്റ് മാത്രമാണ് നിഫ്റ്റിക്ക് ഇനി മറികടക്കാനായിട്ടുള്ളൂ. ഇനി ഗ്ലോബൽ മാർക്കറ്റും സ്റ്റോക്കുകളുടെ ന്യൂസും എല്ലാം തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനായിട്ട് കൊച്ചിയിലും കാലിക്കട്ടുമാണ് നമ്മുടെ സെൻറ്ററുകളുള്ളത്. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ ഫീസിൽ കോഴ്സ് അറ്റൻഡ് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഉള്ളത് ഗോൾഡിൻ്റെ പ്രൈസ് $2048 ആയിട്ടുണ്ട്. അതായത് $2050 താഴെ പോയി ഗോൾഡ്. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83.36 രൂപ. ബ്രന്റ് ഓയിൽ $78.83. ആദ്യ ബാച്ചിലുള്ള ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ റെഡിലടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവാണ്. റഷ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ബിറ്റ്കോയിൻ 2100 പോയിൻ്റ് ഇടിഞ്ഞു. ഇന്ത്യ വിക്സ് ഇന്ന് 5.5% ഇടിവുണ്ടാക്കി 13.3. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. US നിന്ന് ഫിച്ച് 4 ചൈനീസ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ആപ്പിൾ സ്റ്റോക്കുകൾ ഇപ്പോഴും US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ലെങ്കിലും എക്സ്റ്റെൻഡ് മാർക്കറ്റ് ആവേഴ്സിൽ ആപ്പിൾ സ്റ്റോക്ക് ഏകദേശം 0.25% ഇടിവുണ്ട്. ബാർക്ലീസ് എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം ഡൗൺഗ്രേഡ് ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മൾ കണ്ടു ആപ്പിൾ സ്റ്റോക്കുകളും അതുവഴി ഇന്നലെ നാസ്ഡാക്കും എല്ലാം തന്നെ ഏകദേശം ഒരു 1.5% ഒരു ഇടിവുണ്ടാക്കാനായിട്ട് പ്രധാന കാരണം ആയത്. ഇനി നമുക്ക് നാളെ പ്രധാനമായിട്ടും സെൻസെക്സിൻ്റെ എക്സ്പയറി ആണുള്ളത്. ഇനി തിങ്കളാഴ്ച ദിവസം മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് എക്സിൻ്റെയും എക്സ്പയറി ഉണ്ട്. വിക്സ് ഇത്ര ശക്തമായിട്ട് ഫോൾ ആയതുകൊണ്ട് പ്രീമിയം കമ്പാരിറ്റീവ്ലി കുറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ട് ഏഞ്ചൽ എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനത്തെ കുറിച്ചിട്ടുള്ളൊരു ന്യൂസാണ്. ഇവർ 200% ഗ്രോത്താണ് ഇവരുടെ ക്ലയൻറ്റുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വർധനവ് എന്നുള്ളൊരു ന്യൂസാണ് ഏഞ്ചലിനെ സംബന്ധിച്ചുള്ളത്. JP മോർഗൻ ഇന്ത്യൻ IT കമ്പനികളെ അപ്ഗ്രേഡ് ചെയ്തതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. HCL ടെക്, TCS, എംഫസിസ്, L&T മൈൻട്രി തുടങ്ങിയ കമ്പനീസിനെയാണ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിഫ്റ്റി ഓൾ ടൈം ഹൈ എത്തി, ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ എത്തി, ഒരുപാട് സ്റ്റോക്കുകൾ ഓൾ ടൈം ഹൈ എത്തി. എന്നാൽ TCSോ വിപ്രോയോ ഇൻഫോസിസോ ഓൾ ടൈം ഹൈ എത്തിയിട്ടില്ല. അപ്പോൾ നിഫ്റ്റിയിൽ ഇത്രയധികം വെയിറ്റേജുള്ള കമ്പനീസ് ഇപ്പോഴും താഴെ തന്നെയാണ് നിൽക്കുന്നത്. വിപ്രോ 700 രൂപക്ക് ട്രേഡ് ചെയ്ത സ്റ്റോക്ക് 450 വരെയാണ് ആയിട്ടുള്ളൂ. TCS ആവട്ടെ 4500 രൂപക്ക് ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ച സ്റ്റോക്ക് ഇപ്പോഴും അതിൻ്റെ താഴെയാണ്. അപ്പോൾ ഇനി ഇത്തരം സ്റ്റോക്കുകൾ നിഫ്റ്റി റാലി ചെയ്തതിൻ്റെ പ്രൊപ്പോർഷനായിട്ട് ഈ സ്റ്റോക്കുകളിലൊന്നും തന്നെ റാലി ഇതുവരെ കണ്ടിട്ടില്ല. ഏവിയേഷൻ സെക്ടറിൽ ഒരു ന്യൂസ് ഉള്ളത്, ഇന്ത്യയിൽ ഏകദേശം 60% ഏവിയേഷൻ മേഖലയിൽ സർവീസ് നടത്തുന്ന ഇൻഡിഗോ കമ്പനി ഇവരുടെ ഫ്യൂവലിൻ്റെ സർചാർജ്
കുറച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് റേറ്റ് കുറയും എന്നുള്ളതാണ് അനുമാനം. പൊൻവാല ഫിൻകോർപ്പ് കമ്പനി ലോൺ ഡിസ്ട്രിബ്യൂഷൻ 8,730 കോടി രൂപ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുള്ള ന്യൂസ്. ബജാജ് ഫിനാൻസ് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുള്ള ന്യൂസാണ്. ഇവരുടെ AUM 3 lakh crore ആയിട്ടുണ്ട്. AUM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ട് കമ്പനീസോ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ കമ്പനീസ് കൈകാര്യം ചെയ്യുന്ന ഫണ്ടുകളുടെ മൊത്തം ആസ്തിനെയാണ് AUM സൂചിപ്പിക്കുന്നത്. ബന്ധൻ ബാങ്ക് ലോൺ ഡെപ്പോസിറ്റ് 15%, അഡ്വാൻസ് 18% വർധനവ്. ടോറൻറ്റ് പവർ ഇന്ന് ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഒരു ധാരണാപത്രം സൈൻ ചെയ്തതായിരുന്നു. രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 47,350 കോടി രൂപയുടെ ഒരു ഓർഡർ ആയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് 10% റാലി രേഖപ്പെടുത്തി. നമ്മൾ എല്ലാ ദിവസവും രാവിലെ 7:00 വളരെ ക്വിക്കായിട്ട് തന്നെ പുതിയ സ്റ്റോക്ക് ന്യൂസുകളും അപ്പോഴുള്ള വാർത്തകളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ഉള്ളത്. IPOയിലേക്ക് വരുമ്പോൾ ജ്യോതി CNC ഓട്ടോമേഷൻ കമ്പനി ഗുജറാത്ത് കേന്ദ്രമായിട്ടുള്ളൊരു ഓട്ടോമേഷൻ കമ്പനിയാണ്. ഇവരുടെ IPOയിൽ പ്രൈസ് ബാൻഡ് തീരുമാനിച്ചിട്ടുണ്ട് 315-331 രൂപയാണ്. ഏകദേശം 1000 കോടി രൂപയാണ് IPOയിലൂടെ സമാഹരിക്കുന്നത്. ജാനുവരി 9 IPO ഓപ്പൺ ആവും. മാരുതി 173 കോടി രൂപയുടെ ടാക്സ് GST കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് പെനാൽറ്റി കിട്ടി. ബാൻഡ് സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്. L&T മൈൻട്രിക്കും കിട്ടി, LICക്കും കിട്ടിയിട്ടുണ്ട്. ഡിഫൻസ് സെക്ടറിൽ ഏകദേശം 2 കമ്പനി BML, ജൂപ്പിറ്റർ വാഗൺ 800 കോടി രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഡിഫൻസ് സെക്ടറിലുള്ള എല്ലാ കമ്പനീസിനെ സംബന്ധിച്ച് ഇന്നലെ നമ്മളൊരു ന്യൂസ് പറഞ്ഞു. ഡിഫൻസ് മിനിസ്ട്രിയുടെ CNBC TV ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ ഇനി പ്രൊക്യൂർമെൻ്റ് എല്ലാം തന്നെ ഇന്ത്യയിലുള്ള ഡിഫൻസ് കമ്പനികളിൽ നിന്നായിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. സ്റ്റോക്കുകൾ കേൾക്കുമ്പോൾ ഇത് പോസിറ്റീവാണോ അല്ലെങ്കിൽ നെഗറ്റീവാണോ എന്നുള്ളത് നമ്മളുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് അത് വിലയിരുത്താനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഒരു ഇൻഡിക്കേഷനോ ബൈയോ സെല്ലോ ഇൻഡിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകുന്നതല്ല. ഇത് വാർത്തകൾ നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ഉപാധിയായിട്ട് ചാനലിനെ കാണുക. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചുള്ളൊരു സുപ്രധാനമായിട്ടുള്ള ന്യൂസ് ഉള്ളത്, ഇവരുടെ ടാറ്റ പഞ്ച് 3 ലക്ഷം യൂണിറ്റുകൾ ഇവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെല്ലിങ് കംപ്ലീറ്റ് ആയി എന്നുള്ള ന്യൂസ് ഉണ്ട്. GM ബിവറേജസ് ഈ ഒരു 2023 ആദ്യത്തെ Q3 റിസൾട്ട് വന്ന കമ്പനിയാണ്. അപ്പോൾ റിസൾട്ട് മോശമാണ്. സ്റ്റോക്ക് 6% ഇടിഞ്ഞു. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് കമ്പനി അവരുടെ പുതിയൊരു പ്രൊജക്റ്റ് രാജസ്ഥാനിൽ ഇവർ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. DCM ശ്രീരാം കമ്പനി ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. വെൽസ്മെൻ കോർപ്പ് 1500 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. റെയിൻബോ ചിൽഡ്രൻ കമ്പനി തെലങ്കാനയിൽ 60 ബെഡ് കപ്പാസിറ്റി ഉള്ള പുതിയൊരു ഹോസ്പിറ്റൽ ഇവർ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ ട്രേഡബിൾ ടാബിൽ IPO അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാ ആളുകൾക്കും എല്ലാ ട്രേഡേഴ്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ബൈ ഓൾ.